ഡൊണാൾഡ് ട്രംപിൻ്റെ ഗോൾഫ് കമ്പം ലോക പ്രശസ്തമാണ്. കുട്ടിക്കാലം തൊട്ടേ ഗോൾഫ് കളിയായിരുന്നു ഹോബി. റിയൽ എസ്റ്റേറ്റ് ഭീമനായ ശേഷവും US പ്രസിഡൻ്റായപ്പോഴും ആ പാഷൻ കൈവിട്ടില്ല. പ്രസിഡൻ്റായുള്ള ആദ്യ ഊഴത്തിൽ മിക്ക വാരാന്ത്യങ്ങളും സ്വന്തം ഉടമസ്ഥതയിലുള്ള ഗോൾഫ് കോഴ്സുകളിലായിരുന്നു അദ്ദേഹം ചിലവഴിച്ചിരുന്നത്. ടൈഗർ വുഡ്സ് എന്ന ഗോൾഫ് ഇതിഹാസത്തിനൊപ്പവും ഷിൻസോ ആബെ എന്ന മുൻ ജാപ്പനീസ് പ്രധാനമന്ത്രിക്കൊപ്പവും കിഡ് റോക്ക് എന്ന അമേരിക്കൻ സംഗീതജ്ഞനുമൊപ്പവും ഗോൾഫ് കളിച്ച അനുഭവമുണ്ട് അയാൾക്ക്. ഇതെല്ലാം മനസ്സിലായി കൃത്യമായ ഗൃഹപാഠം ചെയ്തു തന്നെയാണ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെത്തിയത്. ഗോൾഫ് ഇതിഹാസങ്ങളായ രണ്ട് ദക്ഷിണാഫ്രിക്കക്കാരെയും എർണി എൽസിനെയും റെറ്റീഫ് ഗൂസനെയും ഒപ്പം കൂട്ടിയായിരുന്നു റമഫോസയുടെ വൈറ്റ് ഹൗസ് സന്ദർശനം. ട്രംപിനത് ശരിക്കും ഒരു സർപ്രൈസ് തന്നെയായിരുന്നു. മാധ്യമപ്രവർത്തകർക്കെല്ലാം മുന്നിൽ തുറന്ന വേദിയിലായിരുന്നു കൂടിക്കാഴ്ച. വ്യാപാര കരാറുകളും സൈനിക നയതന്ത്ര സഹകരണവുമെല്ലാം മനസ്സിൽ കണ്ടുവന്ന ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിനെതിരെ ട്രംപ് കൃത്യമായ ഹോംവർക്ക് ചെയ്തിരുന്നു. വ്യാപാര സഹകരണ ചർച്ചകൾക്കെല്ലാം പകരം ഒറ്റ വിഷയത്തിലേക്ക് സംസാരം മുഴുവൻ കേന്ദ്രീകരിക്കുകയായിരുന്നു ട്രംപ് ചെയ്തത്. ആഫ്രിക്കയിൽ വെള്ളക്കാരായ കർഷകർ കൂട്ടക്കൊലയ്ക്ക് ഇരയാകുന്നു എന്നായിരുന്നു ട്രംപ് ഉയർത്തിയ ആരോപണം. റമഫോസ ഒറ്റയ്ക്ക് നിഷേധിക്കുമോ എന്ന ചിന്തയിലാകണം തൻ്റെ വാദങ്ങൾ സമർത്ഥിക്കാൻ വീഡിയോ പ്രസന്റേഷനുകളും തയ്യാറാക്കി വച്ചിരുന്നു US പ്രസിഡന്റ്. ഏതായാലും ചൂടുപിടിച്ച ചർച്ചകളാണ് പിന്നീട് അവിടെ നടന്നത്. ദക്ഷിണാഫ്രിക്കയിലെ കർഷക കൊലകൾ പെരുപ്പിച്ച് കാണിച്ച് ട്രംപ് കാട് കയറി. എന്നാൽ സിറിൽ റമഫോസ വിട്ടുകൊടുത്തില്ല. അദ്ദേഹം സ്വന്തം രാജ്യത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി. നെൽസൺ മണ്ടേലയുടെ പൈതൃകം പറഞ്ഞാണ് റമഫോസ വാദങ്ങൾ അവതരിപ്പിച്ചത്. ഇതിനിടയിലെല്ലാം ഇടപെട്ട് സ്വരം കടുപ്പിക്കുന്നുണ്ടായിരുന്നു ട്രംപ്. പലപ്പോഴും പിടിവിട്ട് പോകുമെന്ന് കണ്ടപ്പോൾ റമഫോസ ഇടപെട്ട് മയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര കോടതിയിൽ നൽകിയ ഹർജിയെക്കുറിച്ച് ഇടയ്ക്ക് ചോദ്യം വന്നപ്പോഴും അതിലൊന്നും അത്ര താല്പര്യം കാണിച്ചില്ല ട്രംപ്. അക്കാര്യത്തിൽ ദക്ഷിണാഫ്രിക്ക എന്ത് ചെയ്താലും തനിക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞ അദ്ദേഹം വീണ്ടും കർഷക പ്രശ്നത്തിലേക്ക് കടന്നു. എന്നാൽ ട്രംപിന്റെ കാടടച്ചുള്ള വിമർശനങ്ങളെ റമഫോസ എതിർത്തു. ആഫ്രിക്കാന കർഷക കൂട്ടക്കൊല നടക്കുന്നുണ്ടെങ്കിൽ തൻ്റെ കൂടെ വന്ന 3 പേർ ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. തൻ്റെ കൃഷിമന്ത്രിയും കൂടെ ഇരിക്കുമായിരുന്നില്ല. ട്രംപ് അവരുടെ കഥകളും കാഴ്ചപ്പാടുകളും കൂടി സ്വസ്ഥമായി ഒരിടത്ത് ഇരുന്ന് കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടു റമഫോസ. ഇതോടെ ട്രംപ് ഇടപെട്ടു. കൂട്ടക്കൊലയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് കഥകളും ഡോക്യുമെൻ്ററികളും വാർത്താ സ്റ്റോറികളും തങ്ങളുടെ പക്കലുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. അതിൽ ചിലത് കാണിക്കാമെന്നും പറഞ്ഞ് മുറിയിലെ ലൈറ്റ് കുറയ്ക്കാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഒരു ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന പ്രൊജക്ടറിൽ ചില ദൃശ്യങ്ങൾ എല്ലാവരും കാണുകെ പ്രദർശിപ്പിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ ഒരു പ്രതിപക്ഷ പാർട്ടി നേതാവ് പാർലമെന്റിൽ നടത്തിയ പ്രസംഗമാണ് ആദ്യം കാണിച്ചത്. രാജ്യത്തെ ഭൂമി കയ്യേറ്റങ്ങളെക്കുറിച്ചായിരുന്നു സംസാരം. നിങ്ങളുടെ അനുമതി കൂടാതെ തന്നെ ജനങ്ങൾ അവരുടെ ഭൂമി പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രസിഡന്റിൻ്റെ അനുമതി ആവശ്യമില്ല. ഞങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കണോ വേണ്ടയോ എന്ന് പറയാൻ നിങ്ങൾ ആരാണ്? കൊല നടത്താനും ഭയമില്ല. വിപ്ലവത്തിന് അത് ആവശ്യമെങ്കിൽ ചെയ്യേണ്ടി വരും. കൊലയും വിപ്ലവത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയായിരുന്നു ആ സംസാരം. ഇതിനിടയിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് ഒരു കെട്ട് പേപ്പറുകൾ ട്രംപിന് കൈമാറി. ആ പ്രസംഗം കഴിഞ്ഞ് ദക്ഷിണാഫ്രിക്കയിലെ കുഴിമാടങ്ങളാണെന്ന് പറഞ്ഞ് ചില ദൃശ്യങ്ങളും കാണിച്ചു. കുഴിമാടങ്ങളിലെ കുരിശാണ് ആ വെള്ള നിറത്തിൽ കാണുന്നത്. അവരെല്ലാം വെള്ളക്കാരായ കർഷകരാണ്. ആയിരക്കണക്കിന് പേരാണ് കൊല്ലപ്പെട്ടത്. ഭീകരമായ ദൃശ്യമാണിതെന്നും ഇതുപോലൊന്ന് താൻ മുൻപ് കണ്ടിട്ടില്ലെന്നും ട്രംപ് സൂചിപ്പിച്ചു. ഇതിനിടയിൽ റമഫോസ ഇടപെട്ട് ഈ സ്ഥലം എവിടെയാണെന്ന് അറിയുമോ എന്ന് ട്രംപിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അറിയില്ലെന്നായിരുന്നു മറുപടി. എവിടെയാണെന്ന് അറിയണമെന്നും താൻ ഒരിടത്തും ഈ ദൃശ്യങ്ങളൊന്നും കണ്ടിട്ടില്ലെന്നും റമഫോസ തുടർന്നു. ഒക്കെ ദക്ഷിണാഫ്രിക്കയിൽ സംഭവിച്ചത് തന്നെയാണെന്ന് പറഞ്ഞു പോകുകയാണ് ട്രംപ് ചെയ്തത്. വിഷയം വീണ്ടും കർഷക കൊലയിലേക്ക് പോയതോടെ പത്രവാർത്തകളുടെ ഒരു കെട്ട് പുറത്തെടുത്തു ട്രംപ്. ഇതെല്ലാം വെളുത്ത കർഷകർ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്തകളാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. താൻ വിശദീകരിക്കാമെന്ന് പറഞ്ഞ് ഇടപെട്ട റമഫോസ വിഷയത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കി. ഇവിടെ കാണിച്ച വീഡിയോയിലെ പ്രസംഗം തൻ്റെ ഭരണകൂടത്തിൻ്റെ നിലപാടല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബഹുകക്ഷി ജനാധിപത്യമാണ് ഞങ്ങളുടേത്. അവിടെ ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ പ്രസംഗത്തിൽ പറയുന്നതിന് തീർത്തും വിരുദ്ധമായ നിലപാടാണ് ഞങ്ങളുടെ ഭരണകൂടത്തിൻ്റെതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ താങ്കൾ അവരെ ഭൂമി പിടിച്ചെടുക്കാൻ അനുവാദം നൽകുന്നുവെന്ന് ട്രംപ് ആരോപിച്ചു.
അവർ വെള്ളക്കാരായ കർഷകരെ കൊന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകില്ല എന്നും ട്രംപ് തുടർന്നു. ഭൂമി പിടിച്ചെടുക്കാൻ ഒരാൾക്കും അനുവാദമില്ലെന്ന് റമഫോസ വ്യക്തമാക്കി. ഞങ്ങളുടെ രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർഭാഗ്യകരമെന്നോണം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ കൊല്ലപ്പെടുന്നത് വെള്ളക്കാർ മാത്രമല്ല. എന്നാൽ കർഷകർ കറുത്ത വംശജരല്ലെന്ന് ട്രംപ് ഇടപെട്ടു. അവർ കൂട്ടത്തോടെ കൊല്ലപ്പെടുകയാണ്. ആ കുഴിമാടങ്ങൾ താങ്കൾ കണ്ടതല്ലേ? കഴുത്തറുത്ത് ക്രൂരമായാണ് അവരെ കൊലപ്പെടുത്തിയത്. അത്തരം വിഷയങ്ങളൊന്നും ഇവിടുത്തെ ഫേക്ക് ന്യൂസ് കേന്ദ്രങ്ങളായ ABC, NBC, CBS ചാനലുകളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു രാജ്യം അമേരിക്കൻ എയർഫോഴ്സിന് ഒരു വിമാനം സൗജന്യമായി നൽകിയതിനെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ട്രംപ് തുടർന്നു. വീണ്ടും കലിപ്പിലായി കത്തിക്കയറിക്കൊണ്ടിരുന്ന ട്രംപിനെ ഒരു തമാശയിലൂടെ മയപ്പെടുത്താൻ നോക്കുകയാണ് റമഫോസ ശ്രമിച്ചത്. താങ്കൾക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ വിമാനമില്ലെന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഹാളിൽ ചിരി പടർത്തി. എന്നാൽ ട്രംപ് ഗൗരവഭാവം വിട്ടില്ല. നിങ്ങൾ തന്നാലും ഞാനത് സ്വീകരിക്കുമെന്നായിരുന്നു ട്രംപിൻ്റെ മറുപടി. ഇതോടെ നെൽസൺ മണ്ടേലയെ ഉദ്ധരിച്ച് പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടതെന്ന് റമഫോസ ആവശ്യപ്പെട്ടു. അമേരിക്ക ദക്ഷിണാഫ്രിക്കയുടെ സഖ്യരാജ്യമാണ്. നിങ്ങൾ ഒരു ആശങ്ക പറയുമ്പോൾ അത് ഞങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങളുടെ പിന്തുണയോടെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ ഞങ്ങൾ നടപടി കൈക്കൊള്ളും. ഈ വിഷയം മീഡിയയുടെ സാന്നിധ്യമില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് നമ്മൾക്ക് ചർച്ച ചെയ്യാമെന്നും സിറിൽ റമഫോസ അറിയിച്ചു. നല്ല രീതിയിലുള്ള ചർച്ച നടന്നാൽ മാത്രമേ നല്ല ഫലവും ഉണ്ടാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതിന് ശേഷവും നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയായിരുന്നു ട്രംപ്. ആയിരങ്ങളെയാണ് താങ്കളുടെ നാട്ടിൽ കൊല്ലുന്നതെന്നും അവരെയൊക്കെ അമേരിക്ക സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ട്രംപ് ആവർത്തിച്ചു. അപ്പാർത്തൈഡിനെ കുറിച്ച് ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഭീകരം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് ഓപ്പോസിറ്റ് അപ്പാർത്തൈഡാണ്. അതേക്കുറിച്ച് ഒരു റിപ്പോർട്ടും വരുന്നില്ലെന്നും ആർക്കും ആ വിഷയം അറിയുക പോലുമില്ലെന്നും ചൂണ്ടിക്കാട്ടുകയാണ് ട്രംപ് ചെയ്തത്.